കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനിപ്പോ പോയാ ഞാനും രവിയും തമ്മിൽ അകലാൻ വേണ്ടിയല്ല ഞങ്ങൾ ഒന്നിച്ചത്. എന്റെയും രവിയുടെയും പ്രണയത്തിനിടയ്ക്ക് ഒരു നൂലിഴ അകലം പോലും ഉണ്ടാവാൻ പാടില്ല. മോളെ, അതിന് നിങ്ങൾ അകന്നു പോയിട്ടില്ലല്ലോ. രവി നിന്റെ അടുത്ത് തന്നെ ഇല്ലേ മോളെ? അടുത്തുണ്ടോ? എന്റെ അടുത്തുണ്ടോ? അങ്ങനെ തന്നെ വേണം, എന്നും അങ്ങനെ തന്നെ വേണം. എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. എപ്പോഴും ഉണ്ടാവും മോളെ, ഉണ്ടാവും. മോള് വാ. ഉണ്ടാവണം, എന്നോടൊപ്പം ഉണ്ടാവണം. ഒരു വാക്കിൽ ആശ്വാസം തരുന്നവൻ, ഒരു പുഞ്ചിരിയിൽ വേദന അകറ്റുന്നവൻ, ഒറ്റപ്പെടലുകളിൽ ചേർത്ത് നിർത്തുന്നവൻ. അങ്ങനെയുള്ളവന് ഞാൻ എങ്ങനെ പിരിഞ്ഞിരിക്കും? അതാ എന്റെ രവി. മാത്രല്ലോ, ശ്രീലക്ഷ്മിക്ക് അഷ്ടമി പ്രഭാവമുള്ള ദിവസത്തിലല്ലേ ഇങ്ങനെയൊക്കെ വരുന്നേ? ഇന്ന് അഷ്ടമി അല്ലല്ലോ, പിന്നെന്തു പറ്റി? ഇതൊക്കെ പോവാതിരിക്കാനുള്ള ഇവളുടെ അടവല്ലേ? ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. നീ വിടടി, ഞാൻ ഇവിടെ വന്നപ്പോ മുതൽ കേൾക്കുന്നതാ അഷ്ടമി പ്രഭാവ സമയത്ത് ഇവക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. ബാക്കിയുള്ളവരെ താറടിച്ച് കാണിക്കാനുള്ള ഇവളുടെ നമ്പരായത്. പിന്നെ നീലഹസ്തിയിൽ നിന്ന് രവി കണ്ടുപിടിച്ചു കൊണ്ടുവന്ന നാള് മുതല് ഇവളുടെ അഭിനയം നമ്മൾ കാണുന്നതല്ലേ? മതിയാക്കിക്കൂടെ നിനക്ക്? ഇറങ്ങടി, ഇപ്പൊ ഇറങ്ങി പൊയ്ക്കോണേ ഈ വീട്ടിൽ നിന്ന്. അതെ, പ്രണയം മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിവിടെ നടക്കില്ല. ഈശ്വരാ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ അഷ്ടമി ദിവസം എനിക്ക് എന്താ കുഴപ്പമെന്ന്? ഈ വീട്ടിൽ നിന്ന് എന്നോട് ഇറങ്ങി പോവാൻ നീ പറയുന്നു. അങ്ങനെ പറയണമെന്ന് ചിന്തിക്കാൻ പോലുള്ള അവകാശം നിനക്കില്ല. ഇവിടെ ആരും നിൽക്കണ ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് എന്റെ സാമ്രാജ്യം, എന്റെ സാമ്രാജ്യം.
അമ്മയ്ക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവളുടെ ഒരു വിളയാട്ട്? ആരൊക്കെ ശ്രമിച്ചിട്ടും അവളെ തടയാൻ പറ്റിയോ? സത്യം പറഞ്ഞ അവൾ ഇറങ്ങി വന്നപ്പോഴുള്ള ആ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. പക്ഷേ നടക്കാൻ പോകുന്നത് അമ്മയ്ക്കിട്ടുള്ള പണിയാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. എനിക്കത് ഓർക്കുമ്പോഴേ വിറയില് വരുന്നുണ്ട്. അല്ലമ്മേ, അമ്മയ്ക്ക് ശരിക്കും വേദനിക്കുന്നുണ്ടോ അതോ? എന്താ അമ്മ ഇത്? എങ്ങനെയുണ്ട്? നിനക്ക് വേദനയുണ്ടോ? ചെകിട്ടത്ത് അടി മേടിച്ച് നിൽക്കുന്ന എനിക്ക് വേദനയുണ്ടോന്ന്? ഇല്ലടി, നീ ഇപ്പൊ അനുഭവിക്കുന്ന പോലെ നല്ല സുഖമായിരുന്നു. ഇതുപോലെ എത്ര എണ്ണോ താഴെ എനിക്ക് കിട്ടിയെന്ന് നീ കണ്ടതല്ലേ? അതോ ഓരോ അടിക്കും എത്ര വെയിറ്റ് ആയിരുന്നു? അത് ശരിയാ, ഭയങ്കര വെയിറ്റാ. എനിക്ക് നേരത്തെ അനുഭവം ഉള്ളതല്ലേ. ചില സമയത്തെ അവളെ അല്ല വേറെ ആരെയോ പോലെയാ. എന്നെ പോലും ഒറ്റ കയ്യില് ഭിത്തിയില് ചേർത്ത് പൊക്കിയവളാ അവള്. പക്ഷേ അതാരും കണ്ടില്ല. ഇവിടെ അതല്ലല്ലോ സംഭവിച്ചത്. എല്ലാവരുടെ മുന്നിലും ഉള്ള മാനവും പോയി. അത് സാരമില്ല. മാനം വിറ്റും പണം നേടുകിൽ മാനക്കേടാ പണം മാറ്റിയിടുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അമ്മ ഇപ്പൊ പറഞ്ഞ ഈ പഴഞ്ചൊല്ലും ഈ സാഹചര്യമായിട്ട് ഒരു ബന്ധവുമില്ല. അത് നിനക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാത്തോണ്ടാ. എടി, മാനം മുഴുവൻ കപ്പലേറിയാലും പണം കിട്ടുവാണേൽ ആ പണം കൊണ്ട് വന്നനുഭവിച്ച മാനക്കേട് നമ്മൾ തുടച്ചു നീക്കണം. ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ആ, എല്ലാം മനസ്സിലായി. അവള് തന്ന അടിയിലെ ഏതോ ഒരെണ്ണം അമ്മയ്ക്ക് വാക്കില്ലാതെ കിട്ടിയിട്ടുണ്ട്. അതാണ് പരസ്പര വിരുദ്ധമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അത് നിന്റെ തോന്നല. നീ എങ്ങനെ ചിന്തിച്ചാലും ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എങ്കിലും ഇനി എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയാം. എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് നിന്നെയെങ്കിലും ബോധ്യപ്പെടുത്തണമല്ലോ. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്ന സ്ഥിതിക്ക് ഇന്നിനി അവളുടെ യാത്ര നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോ അവൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അതാണ് തൽക്കാലം നമുക്കും ആവശ്യം. മനസ്സിലായില്ല അല്ലേ? എടി, ആ വീഡിയോ കാണിച്ച് നമുക്ക് പഴയതുപോലെ പൈസ വസൂലാക്കാന്നാ ഞാൻ പറഞ്ഞത്. എങ്ങനെ നോക്കിയാലും എല്ലാ തരത്തിലും ഈ സംഭവം കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവൂ. അവളെ ഊറ്റി ഊറ്റി കറവ വറ്റുമ്പോ നമുക്ക് തന്നെ ഇറച്ചി വിലയ്ക്ക് അവളെ അങ്ങ് തീർക്കാം. അന്ന് ഇന്ന് എനിക്ക് കിട്ടിയതിന്റെ പലിശ അടക്കം തീർത്തോളാം ഞാൻ. അവിടെ ഗേറ്റിൻ്റെ അവിടെ നിർത്തി. എത്രേ? 100 രൂപ. ആ, വാ. ഹലോ, ഒന്ന് തുറക്കണേ. മോളെ, ശ്രീമോളെ, മോളെ. ഗായത്രിയമ്മേ, എന്റെ മോക്ക് എന്താ പറ്റിയത്? ഏയ്, പേടിക്കാനൊന്നുമില്ല സരോജാമേ.
പെട്ടെന്നൊന്ന് വയ്യാതായതാ. മോളെ മോളെ ഗായത്രി അമ്മേ, ശരിക്കും എന്താ സംഭവിച്ചത്? ശ്രീക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും ഒന്ന് പറയ്. സരോജം, ശ്രീലക്ഷ്മി മോള് 20 വർഷത്തോളം കാത്തിരുന്നിട്ടാ എന്റെ സ്വപ്നം നിറവേറിയത്. പ്രണയിച്ച് കൊതി തീരാതെ ഒരിക്കൽ കൂടി തോറ്റു മടങ്ങാൻ ഞാനില്ല. ശ്രീലക്ഷ്മി, മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ അഷ്ടമി ദിവസം എനിക്ക് എന്താ കുഴപ്പമെന്ന്? അമ്മേ ഭഗവതി, ദേവി മഹാമായെ അത്തോളനെ. മോളെ, അയ്യോ മോളെ, 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 അയ്യോ മോളെ, കുറച്ച് വെള്ളം ഇങ്ങെടുക്ക്. മോളെ, കണ്ണു തുറക്കും മോളെ. മോളെ, 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 കണ്ണു തുറക്കും മോളെ. എന്താ മോളെ ഇത്? ഇന്ന് അഷ്ടമിയല്ലല്ലോ. എന്നിട്ടും എന്താ എന്റെ മോക്ക് പറ്റിയത്? സരോജം, ഇനി ശ്രീലക്ഷ്മിയെ ബുദ്ധിമുട്ടിക്കണ്ട. രവി, ശ്രീലക്ഷ്മിയെ മുറിയെ കൊണ്ടുപോയി കടത്താം. ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും. അതെ ചേട്ടായി, എടുത്തി നമുക്ക് മോളിൽ കൊണ്ട് കിടത്താം. വാ മോളെ. മോളെ എഴുന്നേക്ക്. സരോജം വിട്ടേക്ക്, ഞങ്ങൾ കൊണ്ടുപോയി കടത്താം. രവി, പതുക്കെ. എന്താ മോനെ, ശ്രീലക്ഷ്മിക്ക് ഇങ്ങനൊക്കെ സംഭവിക്കാൻ മാത്രം എന്തുണ്ടായി? അറിയില്ലമ്മേ. രഘു, ഇനി താഴെ പോയിട്ട് ഇതേക്കുറിച്ച് സംസാരം വേണ്ട. അത് ചിലപ്പോ സുദർശനും സരോജത്തിനും വിഷമായിന്ന് വരും. ശരിയമ്മേ. അമ്മയും രംഗം താഴേക്കില്ല, ഞാനിവിടെ ഉണ്ടാവും.
സരോജം പരിഭ്രമിക്കണ്ട. ശ്രീലക്ഷ്മി മോൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുള്ളതല്ലേ. രവി സാറും ശ്രീലക്ഷ്മിയും പുറപ്പെട്ടോ? എന്താ അമ്മേ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല മോളെ. ശ്രീലക്ഷ്മി മോള് ശ്രീലക്ഷ്മി വാ. എങ്ങോട്ട്? പിന്നെ സരോജം കൊണ്ടുവന്ന കുങ്കുമം ഇട്ടപ്പോഴാ ശ്രീലക്ഷ്മിക്ക് ബോധം വീണത്. മോള് യാത്രയാകാനിരുന്ന ഈ ദിവസം തന്നെ എങ്ങനെ സംഭവിച്ചല്ലോ? ഇനി യാത്ര മുടങ്ങുമോ ഗായത്രി അമ്മേ? ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോ യാത്രയൊന്നും വേണ്ട. നാളത്തേടം കൊണ്ട് അവള് പഠിക്കാൻ പോകുന്ന കോഴ്സ് അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആ, അത് ശരിയാ. ഇങ്ങനൊരവസ്ഥയില് യാത്ര ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഒറ്റയ്ക്കുള്ള യാത്രയല്ലേ, അത് ഒഴിവാക്കുന്നത് തന്നെയാ നല്ലത്. ആ രാജ, നീയും സാന്ദ്രയും കൂടി രവിയുടെ അടുത്തേക്കൊന്ന് ചെല്ല്. അവൻ ആകെ തളർന്നിരിക്കുകയായിരിക്കും. ശരിയമ്മേ. സാന്ദ്രമാണ് വരൂ. ഇരിക്ക് സരോജം. അർച്ചന. അമ്മേ. അമ്മേ, ചായ എടുക്ക. ഞാൻ ഇപ്പൊ വരാം സരോജം. രവി, ഒരു മിനിറ്റ്. മേഡം വരൂ. എന്താ? വിവരങ്ങളൊക്കെ അമ്മ പറഞ്ഞു. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനി എന്താ നിന്റെ തീരുമാനം? അറിഞ്ഞിടത്തോളം ശ്രീലക്ഷ്മിയുടെ അവസ്ഥ വളരെ ഭീകരമാ. ഈ അവസരത്തിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാ. തീരുമാനം ഞാൻ എടുത്തത് തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. രവി, നീ വെറുതെ വാശി പിടിക്കരുത്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതോ ഊഹിച്ചു പറയുന്നതോ ഒന്നും അല്ല. നിന്റെ കൺമുന്നിൽ കുറച്ചു മുമ്പ് നടന്നത് റിയാലിറ്റിയാ. കേൾക്കുന്നതും അറിയുന്നതും നീ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. കണ്ടത് നീ മനഃപൂർവ്വമായി മറക്കാൻ ശ്രമിക്കാതെ. അതെ രവി സാർ, ഈ ഒരു അവസ്ഥയില് ശ്രീലക്ഷ്മി എങ്ങനെ യാത്ര അയക്കും? ഈ ഒരു കാര്യത്തിന് നേരെ കണ്ണടച്ചാലും ഇതിനു മുൻപും ശ്രീലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ ഇപ്പോ എല്ലാവരുടെയും ഒരു ശ്രദ്ധയുണ്ട്. പോകുന്നിടത്തും ഇങ്ങനെ വല്ലതും ഉണ്ടായാ ഇത്രയും ദൂരത്തിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജാറാം സാറിനെ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ രണ്ടാളും മറന്നതാണോ അതോ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ സംസാരിക്കാന്നാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് ശ്രീലക്ഷ്മിയെ കുറിച്ചാണ്. ഇപ്പോ ഈ അകത്തുള്ളതും ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ശ്രീലക്ഷ്മി അല്ല, കൺമണിയാണ്. കൺമണിയുടെ ഇത്തരം പ്രവൃത്തികൾ എങ്ങനെ ശ്രീലക്ഷ്മിയായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റും? രവി, ശ്രീലക്ഷ്മിയുടെ അതേ അവസ്ഥയിലല്ലേ ഇപ്പൊ കൺമണിയും. ഇതിൽ നിന്നും ഒരു കാര്യം ഏകദേശം വ്യക്തമല്ലേ? ശ്രീലക്ഷ്മിയും കൺമണിയും ഒന്നല്ല.